ഹലോ, വെൽക്കം ടു ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കെൽട്ടൺ ലീഫ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇതാ കുറച്ച് ആലില എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ ഇല തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തായിട്ട് ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ലീഫ് എടുക്കുന്നത് അത് മുഴുവനായി മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലീഫ് മുഴുവനും വെള്ളത്തിൽ ഇട്ട് കൊടുക്കുവാണ്. പരസ്പരം ഒട്ടിപ്പോകാതെ ലീവ്സ് ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. ഒരു 10 ദിവസം ഇത് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഇലയുടെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ മാറ്റിയതാണ് കേട്ടോ. വെള്ളം അത്രയ്ക്ക് മോശമായിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലാക്ക് കളർ വന്നിട്ട് നല്ലൊരു വഴുവഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഞാൻ മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചതാണിത്. അതും അത്യാവശ്യം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ലീഫ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു വഴുവഴുപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ഭാഗം അലിഞ്ഞില്ലാതെ ആയിട്ടുണ്ട്. അപ്പം ബാക്കി വന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പഴയ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ലീഫ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ബ്രഷ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇതിൻ്റെ മോളുടെ ബ്രഷാണ്, പഴയ ബ്രഷാണ്. കുട്ടികളുടെ ബ്രഷ് ആകുമ്പോൾ അധികം ഹാർഡായിരിക്കില്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് ഇത് പതിയെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കീറിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ സ്ലോലി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് സ്പീഡ് ചെയ്യരുത്, വളരെ മെല്ലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കീറാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഭാഗമൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലീഫും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ഇലക്ക് ഇതുപോലെ ബ്ലാക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അത് ലീഫിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കളർ ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാപ്പ് ഗ്രീൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പരന്ന ബ്രഷ് എടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കെൽട്ടൺ ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് വോൾ ഡെക്കർ ചെയ്യാൻ പറ്റും, ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ കളർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നോർമൽ ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു ലീഫ് സ്കെൽട്ടൺ ലീഫിൻ്റെ കളർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ വാൾ ഡെക്കറൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചധികം പെയിൻറ്റ് വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലീഫിൻ്റെ ഉള്ളിൽ വേറൊരു ലീഫ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഭാഗം പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിന് പകരം പിങ്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു വാൾ ഡെക്കർ മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു ലീഫിന് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ലീഫിനും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ലീഫിനും ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വാൾ ഡെക്കേഴ്സും ബാക്കി ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.